മക്കയിലെ ഖുറൈശി സ്ത്രീകളുടെ ഒരാഘോഷ ദിവസം. ഹറമിൽ എല്ലാ സ്ത്രീകളും ഒരുമിച്ചിട്ടുണ്ട്. അവർ സാഹ്ലാദം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്ത്രീകളോടായിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളിൽ നിന്ന് ഒരു പ്രവാചകർ വരാനായിട്ടുണ്ട്. അന്ത്യപ്രവാചകർ വരാനുള്ള സമയം അടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് ആഗതമാകുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി കൂടാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളതിനെ നഷ്ടപ്പെടുത്തരുത് എന്ന്. ഇത് കേട്ടപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകൾ അദ്ദേഹത്തെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും കല്ലെടുത്തെറിയുകയൊക്കെ ചെയ്തു. പക്ഷേ കൂട്ടത്തിൽ ഖദീജയുണ്ട്. അവരൊന്നും പറഞ്ഞില്ല. അവരുടെ മനസ്സിൽ അതൊരോളം സൃഷ്ടിച്ചു. തൻ്റെ ജീവിതത്തിലേക്ക് ആ പ്രവാചകരെ ഭർത്താവായി ലഭിക്കണം എന്ന ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ രൂപം കൊണ്ടു. കാലങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം നാട്ടിൽ അൽ അമീനായി വിശ്വസ്തനായി വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. സമ്പന്നയായ ഖദീജ സിറിയയിലേക്ക് തൻ്റെ കച്ചവട സംഘത്തെ അയച്ച് അതിലൂടെയാണ് വരുമാനം കണ്ടെത്തുന്നത്. ആ വരുമാനത്തിനുള്ള മാർഗമാകുന്ന കച്ചവടത്തിൻ്റെ ലീഡർഷിപ്പ് ഓരോ ഘട്ടങ്ങളിലും പലവരെയും ഏൽപ്പിക്കലാണ്. അങ്ങനെ ആ സംഘങ്ങളെ നയിച്ചു വരുന്നവർക്ക് സമ്മാനങ്ങളും സന്തോഷങ്ങളുമൊക്കെ കൊടുത്ത് അവരെ പരിഗണിക്കും. അങ്ങനെ ഇരിക്കെയാണ് അൽ അമീനായി വളർന്നു വരുന്ന മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കച്ചവടത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. അവിടെ നിന്ന് കച്ചവടവുമായി സംഘവുമായി സിറിയയിലേക്ക് പോയി നല്ല ലാഭവുമായിട്ട് തിരിച്ചു വന്നു. പോകുന്ന സമയത്ത് മൈസറത്ത് എന്ന തൻ്റെ അടിമയെയും കൂടെ ഹെൽപ്പിന് വിടുന്നുണ്ട്. വഴിയിലുടനീളം കച്ചവട രംഗങ്ങളിൽ കണ്ട അത്ഭുതങ്ങൾ മൈസറത്തിനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. തിരിച്ചു വന്ന മൈസറത്ത് തങ്ങളുടെ കച്ചവടത്തിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തിരുന്ന മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേഘം തണലിട്ടതും അത്ഭുതകരമായ ലാഭങ്ങൾ സമ്പാദിച്ചതുമായ വിഷയങ്ങളൊക്കെ ഖദീജയോട് പറയുന്നു. ഖദീജ തൻ്റെ വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിൽ സൂക്ഷിച്ച ആ വലിയ സൂക്ഷിപ്പ് സ്വത്തുമായി നേരെ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അരികിലേക്ക് ചെല്ലാൻ വറഖത്ത് ബിൻ നൗഫലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. കാര്യങ്ങളൊക്കെ കേട്ട വേദഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യം നേടിയ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഖദീജ, നിങ്ങൾ പറയുന്നത് ഇപ്രകാരമാണെങ്കിൽ അന്ത്യപ്രവാചകർ വരാൻ അടുത്തിരിക്കുന്ന സമയമാണിത്. ആ പ്രവാചകർ മുഹമ്മദ് തന്നെയാകാനാണ് സാധ്യത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വേദഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ അടയാളങ്ങളെല്ലാം അവരിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഖദീജ ബീവിയോട് വറഖത്ത് ബിൻ നൗഫൽ തൻ്റെ മനസ്സാന്തരങ്ങളിലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ മരണത്തിന് മുമ്പ് അവിടെ നിന്ന് പ്രവാചകരായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം അവരെ കൊണ്ട് വിശ്വസിക്കുന്ന ഞാനായിരിക്കുമെന്ന് വരെ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഖദീജ ബീവിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു തെളിച്ചം. എനിക്ക് മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവായി ലഭിച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് നഫീസ എന്ന് പറയുന്ന മഹദിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവിടുത്തെ കുടുംബത്തിലേക്ക് വിവാഹാന്വേഷണത്തിന് വേണ്ടി വിടുന്നുണ്ട്. ഖദീജ എന്ന് പറയുന്ന കുലീനയായ സൗന്ദര്യവതിയായ തറവാടിയായ സമ്പന്നയായ ഒരു സ്ത്രീ, ഏതൊരു പുരുഷനും അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന തലങ്ങളിലുള്ളൊരു സ്ത്രീ ഇതാ ഇങ്ങോട്ട് വിവാഹം അന്വേഷിച്ചു വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് വയസ്സ് 25, ഖദീജക്ക് അന്ന് വയസ്സ് 40. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പിതൃവ്യന്മാരും ഒക്കെ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചു, സമ്മതം പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. അവിടെ നിന്ന് എല്ലാം സമർപ്പിക്കുന്നുണ്ട് നബി തങ്ങളിലേക്ക്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന് മുന്നേ, പ്രവാചകരായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പേ നബി തങ്ങളെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വിവരങ്ങൾ സമ്പാദിച്ച ആളുകളെക്കുറിച്ചാണ്, അതിൽ നിന്നുള്ള ചില വർത്തമാനങ്ങളാണ് കഴിഞ്ഞ ഈ എപ്പിസോഡുകളിലൂടെയെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പറയാം.